ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു വൈ BJP എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ് ക്ലെവറായിട്ട് പറഞ്ഞു, എനിക്ക് മോഡിജി. എല്ലാവർക്കും നമസ്കാരം. ഒരു വള്ളം നിറച്ച് കുറെ ഉടായ്പകള് നടുകടലിൽ പോയി നിൽക്കുകയാണ്. അവരെല്ലാവരും ഒരു സമയത്ത് ഉടായ്പകൾ ഒരുമിച്ച് കാണിച്ചവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉടായ്പകളാണ്. അങ്ങനെ ഒരു സമയത്ത് ഇവരെല്ലാവരും ഉടായ്പകൾ ഒരുമിച്ച് കാണിച്ചിട്ട് അവസാനം വള്ളം എടുത്തുകൊണ്ട് കടലിൽ പോയി നടുക്ക് നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് അടിക്കുകയാണ്. എല്ലാവരും ബേസിക്കലി ഉടായ്പകളാണ്. പക്ഷേ ഉടായ്പകളെല്ലാം കൂടി തമ്മിലടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഉടായ്പകൾ കപ്പലോട് അല്ലെങ്കിൽ ആ വള്ളത്തോട് അങ്ങ് നടുകടലിലേക്ക് താന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ വിഷയം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇവൻ ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. ആ പേരിൽ ആ ഡോക്ടർ എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതിന്റെ പണിക്കൊന്നും വെക്കൂടെ? അതിന്റെ പണിയൊന്നും അറിയത്തില്ലേ? എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്നിട്ട് എൻ്റെ കഴിഞ്ഞ 6 മാസത്തിൽ ഇത്ര കോടി ട്രാൻസാക്ഷൻ, കഴിഞ്ഞ 1 വർഷത്തിൽ എൻ്റെ ഇത്ര കോടി ട്രാൻസാക്ഷൻ എന്നൊക്കെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പണിയും കൂലിയില്ലാതെ നിന്റെ അക്കൗണ്ടിൽ എങ്ങനെയാണ് ഇത്രയും കോടികളുടെ ട്രാൻസാക്ഷൻ? ഞാൻ എല്ലാം മറ്റേ ടാക്സ് ITR ഒക്കെ ഫയൽ ചെയ്യുന്ന പക്കയാണ്, കിടിലുവാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പണിക്കും പോവാതെ, ബിസിനസ് ഇല്ല, സിനിമയില്ല, എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, വെറുതെ ഇരിക്കുന്നു. ഇവന്റെ അക്കൗണ്ടിൽ എങ്ങനെയാണ് ഇത്രയും കോടികളുടെ ട്രാൻസാക്ഷൻ? അതൊരു ചോദ്യചിഹ്നമാണ്. പിന്നെ പലരിൽ നിന്നും കടം വാങ്ങിയിട്ട് കൊടുക്കുന്നില്ല. പാർട്ടിയിൽ പറഞ്ഞെങ്കിൽ എനിക്ക് പൈസ വേണം, അല്ലാതെ നാറിയ പാർട്ടിയാ, അത് വർഗീയവാദികളുടെ പാർട്ടിയാ എന്നൊക്കെ പറഞ്ഞിരുന്ന് തുപ്പുന്ന പല കാര്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. പിന്നെ ഇവനെ എക്സ്പോസ് ചെയ്യുന്നതൊക്കെ അയ്യോ ആരൊക്കെയാ? നമ്മുടെ ഡോക്ടർ ഡ്രേക്ക് അനന്തു വന്ന് ഈ എൻ്റെ കാസറ്റുമായിട്ട് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പായിരുന്നു. പിന്നെ അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ വേദലക്ഷ്മിക്ക് അപ്പോഴപ്പോഴും നിലപാട് മാറിക്കൊണ്ടിരിക്കുന്ന ടീമാണ് ബിഗ് ബോസിൽ ഞാൻ കണ്ട പരിചയമാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയാണ്. എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദലക്ഷ്മിയുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും 75 ലക്ഷം ഡോക്ടർ റോബിൻ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ വിഷയം. 75 ലക്ഷം ഇവനൊക്കെ കടം കൊടുത്തിരിക്കുന്നു. ഞാനൊക്കെ ഇവിടെ 1000 രൂപ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അളിയ വേണമെങ്കിൽ നിനക്ക് 400 രൂപ 500 രൂപ ഇന്ത മാതിരി നൻപഞ്ചതായ നക്കർക്ക് അത്രയും ദരിദ്രത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ കടം വിളിച്ച് ചോദിച്ചാൽ പോലും ചിലപ്പോൾ തരാൻ കാണൂല. അളിയ ഇല്ലാത്തോണ്ട് ഇങ്ങനെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ എന്നോടും വിളിച്ച് ചോദിക്കുമ്പം ചിലപ്പോൾ 1000 2000 ഒക്കെ ചോദിക്കുമ്പോൾ അളിയ ഇപ്പൊ 500 ഉള്ളൂ, മതിയാ, ഉള്ളതായിക്കളി. ഈ സെറ്റപ്പൊക്കെയാണ് നമ്മൾ ഇവിടെ. ഒരുത്താൻ കടം കൊടുത്തിരിക്കണ 75 ലക്ഷം രൂപ. നീ ഒരു മാസത്തേക്ക് കൊണ്ട് FD ഇട്ടിരുന്നെങ്കിൽ കിട്ടുമായിരുന്നല്ലോടാ നിനക്ക് 10 30,000 40,000 രൂപ ഗവൺമെന്റിൽ നിന്ന്. 30 രൂപയൊക്കെ കിട്ടുമെന്നാണോ? ഓക്കെ, കണക്ക് നോക്കണം. അതെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. ഇവനൊക്കെ എങ്ങനെയാടാ കടം എടുത്തു കൊടുത്തിരിക്കുന്നത്? അത് ഒരു പണിയും ഇല്ലാത്ത ഡോക്ടർ എന്ന പേരും കൊണ്ട് നടക്കുന്നു. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. കാണിക്കുന്നത് പേഷ്യൻസിന്റെ സ്വഭാവം. ഡോക്ടറിന്റെ പേര് വിട്ട് പേഷ്യന്റിന്റെ ഒരു പരിപാടിയാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു അറിവേം തുടങ്ങാം. ഇടയ്ക്ക് ഇപ്പൊ റീസെന്റ് BJPയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇലക്ഷനിൽ നിന്ന് പൊട്ടി തരിപ്പണമായപ്പോ ഇപ്പൊ സമരങ്ങളിലൊക്കെ പോയിട്ട് മറ്റേ ഓസിന്റെ അടിയിൽ കയറി വെള്ളം കുറുക്കൊണ്ട് ബ്ലോക്ക് ചെയ്ത് ഈ പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. കൊള്ളാം, ഒന്ന് കാണാം, എൻജോയ്. കൊള്ളാലോ. ആ മുണ്ടങ്ങോട്ട് പറഞ്ഞു പോട്ടെ. ഹോയ് അതങ്ങനെയാണ്. അതോ പിന്നെ റോബിൻ രാധാകൃഷ്ണൻടാ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻടാ. അലറലോട് അതാ ഓട്. അയ്യോ അടി അവന്റെ കുണ്ടിക്കടിയടാ വെള്ളം. മാസ് കാണിക്കണേട്ടാ. കൂടെ ഒരുത്തനെ കൊണ്ടുപോയിട്ടുണ്ട് വീഡിയോ എടുക്കുക. എല്ലാ സകലമാന മാസ് സാധനങ്ങളൊക്കെ എടുത്ത് BGM കയറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനായാലും അന്തർരാഷ്ട്ര കുന്തരാസ് അതവിടെ നടക്കട്ടെ. അങ്ങനെ ഒരു പ്രകസനം. ഇപ്പം BJPയിൽ ഇറങ്ങിയിട്ട് ഭയങ്കര പ്രവർത്തനമാണ്. നാടിൻ നന്മ ഗന്ന പൊന്മ ഗന്ന മുത്തം മന്ന എന്നുള്ളതാണ് സ്വയമേ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ എന്തൊക്കെയാണെന്ന് നമുക്ക് ജനങ്ങൾക്ക് നല്ലോണം അറിയാം. നിങ്ങൾക്ക് എന്താണെന്ന് എക്സ്പോസ് ആയിട്ടുണ്ട്. പിന്നെ റോബിന്റെ ഉടായ്പകൾ ഇപ്പൊ തന്നെ പൊളിഞ്ഞടുങ്ങും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വേദലക്ഷ്മി തെളിവായിട്ട് വരും, അനന്തു തെളിവായിട്ട് വരുമെന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ റോബിൻ ഓൾറെഡി പോയി കേസ് കൊടുത്തു. എവിടെ? സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് വേദലക്ഷ്മിയെ വിളിച്ചു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. അപ്പൊ വേദലക്ഷ്മി ആണെങ്കിൽ എനിക്കിപ്പോൾ വരാൻ സമയമില്ല, ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലാണ്, എൻ്റെ ജോബിലാണ്, വർക്കിലാണ്, സമയം കാലമൊക്കെ അനുസരിച്ച് ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു മറുപടി കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ മൂഞ്ചുമെന്ന് സ്വയമേ തിരിച്ചറിഞ്ഞ റോബിൻ ഓൾറെഡി പോയി കേസ് കൊടുത്തു. പക്ഷെ അവർ ഇപ്പുറത്ത് എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നമുക്ക് നല്ലൊരു രസമായി. എന്തായാലും വേദലക്ഷ്മി പറഞ്ഞാട്ടെ, എക്സ്പോസിംഗ് ഒന്ന് കാണാം. ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ തുടങ്ങിയത് ഈ ഒരു സ്റ്റോറിയും അതിന്റെ പേരിലുള്ള എനിക്ക് വന്ന DMഉം മെസ്സേജസും വെച്ചാണ്.
സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ചോറ പറ മെസ്സേജസ് ചെയ്ത് എന്താണ് നാളെ രാവിലെ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്കും പാലാരിവട്ടം സ്റ്റേഷനിലെത്തണം. പരാതി കൊടുത്തിരിക്കുന്നത് റോബിൻ. എനിക്ക് റോബിനോട് പറയാനുള്ളത്, റോബിൻ എനിക്ക് നാളെ ജോലിയുണ്ട്. നിന്നെ പോലെ ഞാൻ വെറുതെ ഇരിക്കുമല്ല, വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലോട്ട് വരാൻ. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും ഒക്കെ വർക്കുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അവരുടെ അടുത്ത് ധരിപ്പിക്കാനുള്ളവരോട് ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് സൗകര്യമുള്ള സമയത്ത് ഞാൻ അവിടെ വന്ന് എൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴത്തേക്കുമാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യ്. നിന്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ചെയ്യാൻ പറ്റുന്ന എല്ലാം വെല്ലുവിളിക്കാൻ തന്നെ വെച്ചോ, നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല, കുറെ നാള് വെയിറ്റ് ചെയ്തു. പക്ഷെ എങ്ങനെ ചെയ്തിട്ടും ലീഗലി തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടും. പിന്നെ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നൊരു കാര്യം, ഒരു സൈബർ കൊട്ടേഷൻ ഒക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങി തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പൊ വിനയായി വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് പറയട്ടെ. ഈ പണ്ട് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026 മുട്ടനാടുകളെ തന്നെ ഒന്നും ആലോചിച്ചിട്ട് കണ്ടേ ചെയ്തുള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് നിന്നിട്ട് ഇടി കൊള്ളാൻ പോകുന്നത് നിനക്കാ. നീ എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ഇതിനി ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കും റോബിൻ, എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിന്റെ ഒരു ശരി. ഓക്കെ, അപ്പോ സ്നേഹം പരക്കട്ടെ, സ്നേഹം നന്നായിട്ട് അങ്ങോട്ട് പരക്കട്ടെ. ബൈ. ഇങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും നല്ലപോലെ സ്നേഹം പരന്ന് ഒരു വഴിക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കരമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടി സ്നേഹം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്നേഹം പരത്താൻ വന്നു കഴിഞ്ഞാൽ എവിടെ പോയി ഇടിക്കുമെന്ന് എനിക്കറിയത്തില്ല, അമ്മച്ചിയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സ്നേഹം പരത്തുന്നതൊക്കെ കൊള്ളാം, അല്ലാണി പൊളിയായിട്ട് പരന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇവൻ ആരുടെ എന്നൊക്കെ കയ്യിൽ ഇവളുടെ ഫ്രണ്ടിൻ്റെ 10-75 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് കൊടുക്കുന്നില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഇവരെല്ലാവരും മച്ചാ കുണ്ടി എന്ന് പറഞ്ഞിട്ട് കൈയിട്ട് നടന്നവരാ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി കയറി. ഞാൻ പറഞ്ഞില്ലേ, ഒരു കൂട്ടം ഉടായ്പകൾ നടക്കടലിൽ പോയിട്ട് അവിടെ നിന്ന് അടികൂടി എങ്ങനെ ഇരിക്കും, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും അടുത്ത് ഇതിപ്പോൾ വേദലക്ഷ്മിയുടെ വർഷം കഴിഞ്ഞിട്ടുണ്ട്. റോബിനെ പറ്റിയിട്ടുള്ള നല്ല നല്ല കുറേ കാര്യങ്ങൾ. നീ എവിടെ നിന്ന് നിർത്തുന്നു അവിടെ നിന്ന് ഞാൻ തുടങ്ങിക്കുക. നമുക്കൊരു എന്റർടൈൻമെന്റുമായി പുതിയ കണ്ടന്റ് ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ഒരു വരവ് കടന്നു കയറ്റം. ഇനി ഡോക്ടർ ഡ്രൈക്ക് അടുത്ത് അനന്തു പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, കേൾക്കാം. BJP എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്. മീറ്റ് റോബിൻ രാധാകൃഷ്ണൻ. റോബിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഒരു ഇൻസ്റ്റഗ്രാം റീലിൽ തീരത്തില്ല. പക്ഷെ ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. റോബിൻ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നു വല്ല സമരത്തിന് വേണ്ടിയിട്ട് BJPയുടെ മുൻധാരയിൽ നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത്. നമുക്ക് റോബിൻ എന്താണ് BJPയെ കുറിച്ച് യഥാർത്ഥത്തിൽ പറയാനുള്ളത് എന്നുള്ളത് റോബിന്റെ വായിന്ന് തന്നെ കേൾക്കാം. വൈ BJP എന്ന് ചോദിച്ചെന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞൂടാ. BJP എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? നമ്മളെ പ്രവൃത്തിയാണ് എന്ത്, ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത ആർക്കും പരാതി ഇല്ലെന്നേ, മനസ്സിലായില്ലേ? ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല. ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. 4 പാർട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും റോബിന് വേണ്ടിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലജ് യൂട്യൂബ് വീഡിയോ. അപ്പോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. അപ്പൊ പരക്കട്ടെ. അപ്പൊ ഇതില് റോബിൻ ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പക്ക ബിസിനസ് മാനാണ്. നീ ഒരു കപ്പലണ്ടി കച്ചവടം നടത്തിയാലേ ഉള്ള കാര്യം ചോദിക്കുക. എനിക്കറിയാൻ പാടില്ല, ഇവൻ പക്ക ബിസിനസ് മാനാണെന്ന് പറയുന്നു, പക്ക ഡോക്ടറാണെന്ന് പറയുന്നു. നീ ആരുടെ? പ്ലംബർ, ഇലക്ട്രീഷ്യൻ, മറ്റേ അതാ ജോണിയാ? എന്താ മാതിരി ഒന്നും കിടയാതെ എന്തെങ്കിലും ഒരു പണിയിടാ, എന്നിട്ട് അത് പണിയെടുത്തെന്ന് പറയാ. ഞാൻ പക്ക ബിസിനസ് മൈൻഡാണ്, ബിസിനസ് മാനാണ്. ബിസിനസ് നീ ഒന്നും ചെയ്യുന്ന ഞാൻ കണ്ടില്ല. പിന്നെ ആരതിപ്പൊടി എന്തൊക്കെയോ ചെയ്യുന്നത് കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ടെന്ന് തോന്നുന്നേ. ഓട്ടവ ബിഗ് ബോസിൽ പോയി കുറച്ച് കാശ് കിട്ടി, കുന്തളിപ്പുകാരനെ എല്ലാം അടിച്ചു തീർത്തു, അടുത്ത് ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇന്നേ വരെ ഒരു പേഷ്യന്റിനെ ചികിത്സിച്ച ചരിത്രമില്ല, സ്വന്തമായിട്ട് പേഷ്യൻ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ബിസിനസ് ഒരു തേങ്ങ നടത്തിയിട്ടില്ല. ഇങ്ങനെ നടക്കുന്നുണ്ട്, നാട്ടുകാരിൽ നിന്ന് കടവും കുടവും ഒക്കെ വാങ്ങിച്ചും കൊണ്ട്. പിന്നെ ആദ്യ കാലഘട്ടത്ത് കുറെ ഉദ്ഘാടനങ്ങൾ കിട്ടി, അതിന്റെ പേരിലും കുറച്ച് കാശ് കിട്ടി. അല്ലാണ്ട് വലിയ സംഭവം കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ഞാൻ പക്ക ബിസിനസ് മാനാണ്. ഇനി ഈ ഒരു വോയിസില്ലേ, ഇതിന്റെ ഫുൾ വെർഷൻ ഞാൻ കൊടുക്കാം. അത് AI ആണെന്നാണ് റോബിൻ പറയുന്നത്. സൂപ്പർ. അതിനേക്കാളും വലിയ കോമഡി. റോബിന്റെ കോമഡികൾ കേട്ട് കഴിഞ്ഞാൽ 101 കോമഡി. ഇനി ഈ ഡോക്ടർ ഡ്രൈക്ക് അനന്തുവിനെ പറ്റിയിട്ട് റോബിൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. അതായത് അനന്ത് 10,000 രൂപ റോബിന്റെ അടുത്ത് കടം കേൾക്കുന്ന ഒരു വോയിസാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരെല്ലാവരും ഒരു സമയം കുണ്ടിയായിരുന്നു, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനന്തുവിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ജീവിതകാലം മൊത്തം അനന്തുവായിട്ട് ഒന്നും പിണങ്ങാതെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിൽക്കുക, അല്ലാത്ത പക്ഷം അവൻ അണ്ണാക്കി തരും.
എന്റെ കാസറ്റിന് കിട്ടി, എന്റെ കാസറ്റ് തിരിച്ചും കൊടുക്കുന്നുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരി അടിച്ച്. ഇവിടെ ഇപ്പൊ അടുത്ത് റോബിനും ഒരു സമയത്ത് കൂടെ തന്നെയാണ് ഇപ്പൊ തിരിച്ചു വരി അടിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികം, ഇതൊക്കെ സർവ്വസാധാരണமான വിഷയം. ഇനി അനന്തുവിനെ പറ്റിയിട്ട് റോബിൻ ഇട്ട വോയിസ് കേൾക്കാം. റോബിൻ ചേട്ടാ, എന്താണ് വിശേഷങ്ങൾ? ഉഷാറാണോ? എനിക്കറിയാം ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഇച്ചിരി പ്രശ്നമാണെന്നൊക്കെ, പക്ഷെ എന്നാലും ചോദിക്കുകയാണ്. ചെറിയൊരു അത്യാവശ്യം ഒരു 10,000 രൂപ റോൾ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേക്കേട്ടാ. ഒരു 10,000 രൂപ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവനൊന്ന് കൊടുത്തേക്ക്. അത്യാവശ്യമാണ്, റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റോബിൻ ചേട്ടാ ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റിലാണെന്ന് അറിയാം, എങ്കിലും ഒരു 10,000 രൂപ റോൾ ചെയ്യാനുണ്ടോ? ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവരെല്ലാവരും ഒരു സമയത്ത് ഓർമ്മകൾ കനം മൂടും പോലെ എന്ന് പറഞ്ഞ് തോളി കയറ്റി കിടന്ന ടീംസാ ഇപ്പോഴും ചെളികാരി അടിക്കുന്നു. സ്വാഭാവികം. നെക്സ്റ്റ്, ഈ റോബിൻ്റെ ഒരു വോയിസ് അനന്ത് വിട്ടില്ലേ, ഇത് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ എന്ത് അപരാധം ചെയ്തു കഴിഞ്ഞാലും, ഹൂഫിത്തനം ചെയ്തു കഴിഞ്ഞാലും പാവ ഏയുടെ നെഞ്ചത്തുണ്ടിരിക്കും. ഇതൊക്കെ കമന്റ് ഉണ്ട്, അയ്യേ എന്ന് പറഞ്ഞുകൊണ്ട്. റോബിനെ കുറച്ച് നാണം വേണ്ടേ? എന്ത് വേണ്ടേ? ആണ് പോലെ ആണെന്ന് പോലെ. അതിനേക്കാളും ഡബിങ് ആർട്ടിസ്റ്റിനെ വിട്ട് ഡബ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമില്ലായിരുന്നു. ആണെന്ന് പാവ ഏയുടെ നെഞ്ചത്താണ് എല്ലാം കൊണ്ടുവയ്ക്കുന്നത്. ഇതിന് മാത്രം എന്ത് പാവോടാ ചെയ്തത്. ഇനി ഇതിന്റെ ഫുൾ വെർഷൻ വേദലക്ഷ്മി വിട്ടിട്ടുണ്ട്, കാണാം. ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു വൈ BJP എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ്, ക്ലെബറേറ്റേഴ്സ് പറഞ്ഞു സാർ എനിക്ക് മോഡിജിനെ ഇഷ്ടമാണ് സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഞാൻ മോഡിജിനെ ഒന്ന് ഫോളോ ചെയ്തപ്പോൾ എന്ത് ചെയ്ത് എനിക്കുണ്ടായ സാധനം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറിലെ സാധനം എടുത്ത് കാണിച്ചപ്പം ഒരു പ്രൈം മിനിസ്റ്ററിന് അത് മോഡിജിനെ ഫോളോ ചെയ്തപ്പോൾ അടുത്ത ദിവസം റിപ്പോർട്ടറിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഇമ്പാക്ട് ആയിരിക്കും എന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയിൽ ഇവർ ചിന്തിക്കുന്നതെന്നായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, അവരത് ചിന്തിച്ചോളാം. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞല്ലോ ബ്രോ. ഇനി ഞാൻ ഈ ഒരു പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞെന്ന് വെച്ചോ, ഞാൻ ഇനി ഒരു പൊളിറ്റിക്സ് യൂഷ്വലി എങ്ങനെയാ BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോ, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻ ആയിട്ട് സംസാരിച്ചാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഞാൻ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട് ബ്രോ. എത്ര പേര് വന്നാലും എത്ര ആൾക്കാർ വന്നാലും എല്ലാവരുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എനിക്ക് അതിലൊന്നും ഒരു മടി എന്തില്ല. കാരണം ബ്രോ എഴുതി വെച്ച ബ്രോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും ഞാൻ, മനസ്സിലായി? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ എന്താ പറയുക, കഴിഞ്ഞ ദിവസം വരെ ഞാൻ MLA ആയിട്ട് കൈവക്കുന്ന സാധനം മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ മന്ത്രിയായിട്ട് നമ്മളെ BMW മറ്റേ സാധനമൊക്കെ വെച്ച് പോണതാണ് പച്ച വണ്ടിയില്. ആലോചിച്ച് നോക്കണേ, പച്ച വണ്ടിയില് മനസ്സിലായ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും എന്റെ ഇതിൽ നിന്നും ഞാൻ ഡീസൽ അടിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയ ബ്രോ, ആരുണ്ട് ബ്രോ അതേപോലെ ഒരു പൊളിറ്റീഷ്യൻ? എന്ന് വെച്ചാൽ നമ്മുടെ ലുക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള സംഭവം. നമ്മുടെ പ്രവൃത്തിയാണ് എന്ത്. ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത് ആർക്കും പരാതി ഇല്ലെന്നേ, മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകാൻ നിങ്ങളെ പോലെ ഒരാളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? കാരണം എന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാപ്പ് ചെയ്യാൻ പറ്റും. അതെ, സ്വന്തമായിട്ട് നിൽക്കുന്ന പാർട്ടിയെ തന്നെ വർഗീയത നിറഞ്ഞ പാർട്ടിയാണെന്ന് പറഞ്ഞ റോബിൻ ഇരിക്കട്ടെ, എന്റെ സല്യൂട്ട്. ഇനി എന്ത് വേണം? നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വർഗീയവാദികളാണ്. ഇനി ഞാൻ എന്ത് പറയാനാ? BJP-കാരുടെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ നിർത്തിയിട്ടുള്ളവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വർഗീയവാദികളാണ്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതാണ്. പിന്നെ നമ്മുടെ CM വിജയ് കളിക്കാൻ നോക്കുന്നതാണെന്ന് തോന്നുന്നു. അമേസിങ്. ഇനി അടുത്ത് ഈ വേറൊരു വോയിസ് കൊടുക്കാം. ഇവരെല്ലാവരും ഇങ്ങനെ വോയിസ് വിട്ട് കളിച്ചോണ്ടിരുന്നത് നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും ഇവരൊക്കെ വോയിസ് വിടുന്നോണ്ട് നമുക്ക് കണ്ടണ്ടേ. അടുത്തൊരു വോയിസ് കേൾക്കാം. ബ്രോ ഇതെല്ലാം ഓക്കെ ബ്രോ, ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ 75 ലക്ഷം രൂപ കൊടുക്കാറുണ്ടെന്നല്ലേ പറഞ്ഞത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, അബിൽ ദേവിന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയാം. ഇപ്പൊ കൊടുക്കണം. ഒറ്റ തന്തയ്ക്ക്, അത്രേ ഉള്ളൂ. ഒറ്റ തന്തയ്ക്ക്, അവന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ കേസ് കൊടുക്കാൻ പറയാം. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അബിൽ ദേവിന്റെ പേരിൽ അബിൽ ദേവിന് 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി കേസ് കൊടുക്കാൻ പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, മനസ്സിലായില്ലേ? അവനുള്ള ലീഗൽ നോട്ടീസും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് അവനെന്നെ അയച്ചു കൊടുത്തോ, മനസ്സിലായില്ലേ? എന്തായാലും ഞാൻ ഒരു പ്രസ് മീറ്റ് എന്തായാലും വിളിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? എന്റെ കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട്. അപ്പം ഒറ്റ തന്ത അബിൽ ദേവിന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ ഒരു അബിൽ ദേവിന്റെ പേരിൽ പോയി ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറയാം. ഇപ്പൊ കൊടുക്കാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ കണക്കിന് അയക്കുക. അബിൽ ദേവ് ജെന്യൂൻ ആണെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിത്ത് പ്രൂഫ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് അബിൽ ദേവിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ പറയാം. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണ്. അബിൽ ദേവിന് ഒറ്റ തന്തയുള്ളെങ്കിൽ കൊടുക്കാൻ പറയാം. ബാക്കി കാര്യം ഞാൻ നോക്കിയോളാം.
ഇവൻ അഗൻസ്റ്റ് ആയിട്ടുള്ള കംപ്ലൈന്റ് ഓൾറെഡി കൊടുത്തിട്ട് ഇവൻ അവിടെ വന്നില്ല, മനസ്സിലായില്ലേ? ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്നില്ല വിളിച്ചിട്ട്. ഇവൻ അന്ന് മറ്റേ റോയ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നില്ല, മനസ്സിലായില്ലേ? ആ കേസ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, ലീഗൽ നോട്ടീസും കാര്യങ്ങളെല്ലാം ഇതുവരെ DGPക്ക് ഫോർവേഡ് ചെയ്തു. ഇവിടുന്ന് ഞാൻ അതിനാണ് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയത്, മനസ്സിലായില്ലേ? അടുത്ത് ഇനി അഡ്വക്കേറ്റ് ഉൾപ്പെടെ വന്നിരുന്ന് പ്രസ് മീറ്റ് വിളിക്കാൻ പോയി വിത്ത് ഓൾ എവിഡൻസ്, മനസ്സിലായില്ലേ? അതാണ് അവൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ ഒറ്റ തന്തയുള്ളൂ. അവന്റെ അമ്മേനെ ഒറ്റ ഒരുത്തനാണ് ഊക്കിയിട്ടുള്ളെങ്കിൽ പറയാം പോലീസ് കംപ്ലൈന്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ 75 ലക്ഷം രൂപ കൊടുക്കണമെന്ന് വിത്ത് പ്രൂഫ് കൊടുക്കാൻ പറയാം. ഇല്ലെങ്കിൽ അവൻ തന്തയില്ലാത്തവനാ, മനസ്സിലായില്ലേ? ഞാനത് പറയുന്നുണ്ടോ? ഞാനത് പറയുന്ന മാസം പഞ്ചൊക്കെ അടിച്ചിട്ടുണ്ട് ഓരോരുത്തരവിളി. അപ്പൊ കപിൽ ദേവിനെ എനിക്കറിയാം. ഈ അബിൽ ദേവ് ഏത് ദേവ് ഇവനെയൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഇതിന്റെ വീഡിയോയിൽ നിങ്ങൾ സൈഡിൽ ഫോട്ടോസ് ഉണ്ടല്ലേ, ഇവരെല്ലാരും തോളി കയറ്റുകൊണ്ടിരുന്ന ടീംസാ. അപ്പൊ 75 ലക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ തെളിവൊന്നും കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇനി ബൈ ഹാൻഡ് ആണോ കൊടുത്തതെന്ന് അറിയത്തില്ല. ഓൺലൈൻ മറ്റേ നമ്മളെ ട്രാൻസാക്ഷൻ ചെയ്താവാൻ ചാൻസ് ഇല്ല, ഇത്ര എമൗണ്ട് ഇല്ലേ, ചിലപ്പോൾ ബൈ ഹാൻഡ് കൊടുത്തു കാണും. എന്തായാലും കൊള്ളാടെ. ഈ കടം കൊടുത്ത അവസാനം മുഞ്ചി പരിപാടി ആവുന്നത് ചരിത്രത്തിൽ ആദ്യമൊന്നുമില്ല. പല ബന്ധങ്ങളും വേർപെട്ട് പോയിട്ടുള്ളതും മുറിഞ്ഞു പോയിട്ടുള്ളതും കാശ് കടം കൊടുത്തതിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ മുഖം മറയുന്ന കേസ്, പിന്നെ ബന്ധമില്ലാണ്ടാകുന്ന കേസ്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാശ് അതൊരു ദാനമാണ്, അത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വലിയ ആപത്തിലോട്ട് പോയി ചാടും. ഓക്കെ, സ്വാഭാവികമാണ്. ഇനി അതുപോലെ തന്നെ പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ കോടികളുടെ ട്രാൻസാക്ഷൻ റോബിൻ്റെ നടന്നു എന്ന് പറയുന്നുണ്ട്. ഈ കോടികൾ എവിടെ നിന്നാണ് എനിക്കറിയാത്തത്. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടായിട്ട് ഭയങ്കര റിച്ച് ടീമാണെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ അരത്തിപ്പൊടിയുടെ ബിസിനസിന്റെ എമൗണ്ട് വല്ലതും ആണോ എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല. 5 കോടി 1 കോടിയൊക്കെ ചുമ്മാ പറഞ്ഞു വിടുന്നു. കോടിക്കൊന്നും ഒരു കോലിയുടെ വില പോലും ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തെല്ലാം ആവട്ടെ, എന്തായാലും കൊള്ളാം. കൂടെ വന്നവരെല്ലാവരും കൂടി കുതുകാല് വെട്ടിയിട്ട് ഒരുമിച്ചിരുന്ന് അടിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇനി പ്രസ് മീറ്റിൽ റോബിൻ വേരവി ഇത് കാണാം. ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഞാൻ ബേസിക്കലി ഡോക്ടറാണ്. ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിനാൻഷ്യൽ ഫാമിലിയിൽ ജനിച്ച ഒരാളാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ ഫിനാൻഷ്യലി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ബിഗ് ബോസ് വരെ വന്നത്. ബിഗ് ബോസിന് ശേഷമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തു, ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫണ്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2024 ചെറിയ രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നു. ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാവർക്കും വരുന്നത്, അത് അംബാനി തൊട്ട് എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരും. ഫണ്ട് ചിലപ്പം നമുക്ക് കുറവ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, തിരിച്ചു കൊടുക്കും. അത് മനുഷ്യരുടെ ഇടയിൽ എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നടക്കുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള കാശ് ഞാൻ ഈ പറഞ്ഞ വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതാണ് ഇവിടുത്തെ അലിഗേഷൻ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയൊരു ക്രിമിനൽ ക്രൈം, ഈ പറഞ്ഞ കണക്ക് കൊലപാതകമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പോസ്കോ കേസോ അല്ലെങ്കിൽ റേപ്പ് കേസോ മർഡറോ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വേദലക്ഷ്മിനെ ഞാൻ അറിയുന്നത് അബിൽ ദേവ് എന്ന് പറഞ്ഞ ഒരാളിനെയാണ്. അബിൽ ദേവ് എന്ന് പറയുന്ന കേരള ഫാഷൻ ലീഗിന്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു പീഡന കേസിലെ പ്രതിയാണ്. നിങ്ങൾക്ക് പുള്ളിക്കാരനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ 2025 ഒരു ഫെബ്രുവരി ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്തു. നമ്മളെ മരിച്ചുപോയ റോയ് സർ, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റോയ് സാറിന്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എന്റെ എന്റെ മാരേജിന്റെ ദിവസമായതാണ് എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് റോയ് സാറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എന്തെങ്കിലും ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ചെറിയ സ്ട്രഗിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് സുഹൃത്തായിട്ടുള്ള വേദലക്ഷ്മി ഇതേപോലെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതേപോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം, നീ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യണം. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വേദലക്ഷ്മിനെ അറിയത്തില്ല. അങ്ങനെ ഈ പറഞ്ഞ അബിൽ ദേവും വേദലക്ഷ്മിയും കൂടെ നമ്മളെ ബൊട്ടീക്കിൽ വരുന്നു. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്നെ ഭയങ്കര കാര്യമായിട്ട് ഈ പറഞ്ഞ അബിൽ ദേവ് എൻ്റെ അനിയനാണ്, എനിക്ക് പറക്കാതെ പോയ എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾക്ക് പലർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബിഗ് ബോസിന്റെ സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ല. എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതുമാണ്. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് ആദില നൂറൊക്കെ അഗൻസ്റ്റ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു, എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനന്ന് പബ്ലിക്കലി പറഞ്ഞിരുന്നത്. അപ്പം ഇതിങ്ങനെ പോകുന്നു. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരന് വേണം. എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ എനിക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇന്ന കാശ് ഞാൻ മേടിക്കണം, ഇന്ന റിട്ടേൺ ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വേണമെന്ന് പറയുമ്പോൾ ശരി, ഞാൻ വിചാരിച്ചു ഇയാളൊരു ഫ്രണ്ട് അല്ലേ, സുഹൃത്തല്ലേ, നമ്മളൊരു വീഡിയോ വേണമെന്ന് പറയുന്നതായിരിക്കും. ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പം ഞാൻ ചിന്തിച്ചു വേണോ വേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് ആ സമയത്ത് ഫിനാൻഷ്യലി ഉള്ള ആവശ്യമുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തു, അയച്ചു കൊടുത്തു.
അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 വീഡിയോ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഈ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ വോയിസോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ നിന്നിട്ടില്ല, മനസ്സിലായില്ല. കാരണം നമ്മൾ പേഴ്സണലി സംസാരിക്കുന്ന കാര്യം റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അതിന്റെ ഇന്റൻഷൻ ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ കണക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നതിന് ശേഷം ഇയാൾ എനിക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2025 ആ ഒരു ജൂൺ ജൂലൈ സമയം തൊട്ട് ഇയാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇയാൾ തിരിച്ച് അക്കൗണ്ട് പറയുമ്പോൾ ഈ പറയുന്ന കണക്ക് വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരത്തില്ല. ഇയാൾ ഈ പറഞ്ഞെടുക്കുന്നുണ്ട്, ഇതിപ്പം എന്താണ് അഞ്ജലി ജെ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചിരുന്നു. എനിക്ക് ഈ വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല. അതേപോലെ പല പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഓക്കെ, നവീൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പൊ ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല പല അക്കൗണ്ടിലേക്ക് പറയും. ഞാൻ ഈ ശരി, ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ, ഒരു ഫ്രണ്ട് അല്ലേ, നമ്മളെ ചതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മിനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരിയായിട്ടല്ല ബന്ധം, എനിക്ക് അബിൽ ദേവുമായിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ. ഈ അബിൽ ദേവ് പറഞ്ഞിട്ടാണ്, ഇവരെന്തോ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നത്, എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എനിക്കറിയത്തില്ല. അബിൽ ദേവ് ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ സമയം തൊട്ടേ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അതിനു മുന്നേ ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ പുള്ളിക്കാരി തന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ വേറൊരാളുടെ, വേദലക്ഷ്മിയുടെ അല്ലാതെ ധന്യശ്രീ എന്ന് പറഞ്ഞ ഒരാളിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഇത് വേദലക്ഷ്മിയുടെ ചാറ്റ. ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഓക്കെ, ഈ സെക്കൻഡ് വരെയും ഈ പുള്ളിക്കാരി എന്താ ആവശ്യപ്പെടുന്നത്, പുള്ളിക്കാരിക്ക് ഞാൻ ഫണ്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സെക്കൻഡ് വരെയും പുള്ളിക്കാരിയുടെ ചാറ്റിൽ എനിക്ക് പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നില്ല. എന്തുകൊണ്ട് അയച്ചു തന്നില്ല? ഇപ്പൊ പുള്ളിക്കാരിക്കാണ് ഫണ്ട് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചാണ്. അത് മാത്രമല്ല, ഈ അബിൽ ദേവനും വേദലക്ഷ്മിക്കും അഗേൻസ്റ്റ് ഇതിനു മുന്നേ എന്റെ വോയിസ് എല്ലാം ഞാൻ പബ്ലിക്കിൽ ഇടും. അതേപോലെ തന്നെ ഈ വീഡിയോസ്, ഈ പറഞ്ഞ ഞാൻ അയച്ചു കൊടുത്ത സെൽഫി വീഡിയോസ് എല്ലാം പബ്ലിക്കിൽ ഇടുമെന്ന് പറഞ്ഞ് എന്നെ ത്രെട്ടൻ ചെയ്ത്, ഞാൻ ഇലക്ഷന്റെ സമയത്ത് പോകാൻ വേണ്ടി മുൻകൂട്ടി ഇരിക്കുന്ന സമയത്ത് എന്നെ അവരുടെ വീട്ടിൽ വിളിച്ച് വരുത്തി ഈ പറഞ്ഞ വേദലക്ഷ്മി വീഡിയോ എടുത്ത് ഈ പുള്ളിക്കാരനെ വെച്ചിട്ട് ഇതേപോലെ ഫണ്ട് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു, ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. അവിടെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വേദലക്ഷ്മിയാണ്, അത് CCTV ഉണ്ട്. അബിൽ ദേവാണ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന് പോയ സമയത്ത് ഈ പുള്ളിക്കാരി വേദലക്ഷ്മി പൊളിറ്റിക്കലി എന്നെ പറ്റി സ്റ്റോറീസ് ഇട്ടു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ കറപ്റ്റഡ് ആയിട്ടുള്ള ആളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഫണ്ട് ആവശ്യപ്പെട്ടു. ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പുള്ളിക്കാരൻ എന്തോ 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് 36 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് 45 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം എന്ന്. ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇലക്ഷന് പോയ സമയത്ത് ഒരുപാട് കാശ് കിട്ടിയെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് ഒരു കാശ് പോലും ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് ഞാനും മേടിച്ചിട്ടില്ല. അച്ചോടാ പാവോടാ, അയ്യോടാ, ഇനി അതിന്റെ തെളിവെന്നാണോ എന്തോ പുറത്തു വരുന്ന. അതിരിക്കട്ടെ റോബിനെ, അപ്പൊ നീ കാശ് വാങ്ങി? എത്ര ലക്ഷമാണെന്നൊന്ന് പറ. എത്രയാ കാശ് വാങ്ങി? കൺഫേം ആയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വന്നവനും നിന്നവനും പോയവനും ഇരുന്നവനും കള്ളനായ സ്ഥിതിക്ക് ഞാനും കള്ളന. ആ ഒരു തെറ്റപ്പ. ഒരു കൂട്ടം ഉടായ്പകൾ ഒരു വള്ളമെടുത്ത് തുഴഞ്ഞു നടുക്കടലിൽ പോയി അടികൂടി മുങ്ങിത്താന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാണുന്നത്. നമുക്കിവിടെ ഇരുന്ന് കളി കാണാതെ ഗാലറി ഇരുന്ന് കണിയല്ല കളി കാണുമ്പോൾ 2 പാക്കറ്റ് കപ്പലണ്ടിയും മഞ്ച് തിന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം കൊള്ളാം. കാശ് അത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കൈ പൊള്ളും. അതങ്ങനത്തെ ഒരു സാധനമാണ്. കാശുകാരന് എത്ര ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ടെന്നറിയാമോ? ഇതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ റോബിനെ ശരി, എനിക്ക് കൂടുതലൊന്നും പറയാലോ, ബാക്കി നമുക്ക് വരുമ്പോൾ കാണാം. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ.